അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലൈബ്രറി ഉണ്ടാക്കി, കൺസ്ട്രക്ഷനോട് ബന്ധപ്പെട്ട 3 ഇവൻറ്റ്സും ഉണ്ടാക്കി. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത പരിപാടി എന്താ? ഈ ഇവൻറ്റ്സിനകത്തോട്ട് നമുക്ക് മീഡിയ ഇമ്പോർട്ട് ചെയ്യാം. അതിനുള്ള ബട്ടണാണിത്. പല രീതിയുണ്ട്. എളുപ്പമുള്ള ഒരു രീതിയാണ് ഈ ബട്ടൺ ഉപയോഗിച്ച് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. നമുക്കിപ്പോൾ ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം, ഇമ്പോർട്ട് ബട്ടണിൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വിൻഡോ നമുക്ക് വരും. ഈ ഒരു വിൻഡോ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഉണ്ടാക്കാനും വലിയൊരു ക്ലാസ് ആയിട്ട് നമുക്ക് പഠിപ്പിക്കാനുമുള്ള വിവരങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രിലിമിനറി ആയിട്ട് പഠിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഈ ഇടത് സൈഡിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെയാണ് നിങ്ങളുടെ മീഡിയ ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് കാണിക്കുന്നത്. ആദ്യം കാണിച്ചേക്കുന്ന ക്യാമറയാണ്. അപ്പോൾ ക്യാമറയ്ക്കകത്ത് ഇപ്പോൾ ഒരെണ്ണം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ ലാപ്ടോപ്പിൻ്റെ വെബ് ക്യാമാണ്. നിങ്ങളൊരു ക്യാമറ കണക്ട് ചെയ്താൽ അതും ഇവിടെ തന്നെ ലിസ്റ്റ് ചെയ്യും. ഇനി അടുത്തതായിട്ട് കാണിച്ചേക്കുന്ന ഡിവൈസസ് ആണ്. അതിൻ്റെ അകത്ത് 2 എണ്ണം കൊടുത്തേക്കുന്നുണ്ടോ? ഒരെണ്ണം എൻ്റെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ആണ്, എ ഡേറ്റ എന്ന് പറയുന്നത്. അതിനുശേഷം താഴെ ഒരു SSD, അത് ഈ ആപ്പിൾ കമ്പ്യൂട്ടറിൻ്റെ SSD ആണ്, അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് ആണ്. ഇനി മൂന്നാമത് കാണിച്ചേക്കുന്നതാണ് ഫേവറേറ്റ്സ്. ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോസ്റ്റ് ഓഫൻ യൂസ് ചെയ്യുന്ന ഫേവറേറ്റ് ഫോൾഡറുകളെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യും. നമുക്കൊരു ഫേവറേറ്റ് ആയിട്ട് ഒരു ഫോൾഡർ മാനുവലി ആഡ് ചെയ്യാം. ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിനകത്ത് ഈ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡർ എനിക്ക് ഫേവറേറ്റ് ആക്കണമെങ്കിൽ അതിൽ ഹോൾഡ് ചെയ്ത് പിടിച്ച് ഫേവറേറ്റിലോട്ട് കൊണ്ടുപോയിട്ടാൽ അതും അവിടെ ആഡ് ആവും. കണ്ടോ? ഇപ്പോൾ ഫേവറേറ്റ് ഡൗൺലോഡ്സും വന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ലൊക്കേഷനിൽ നിന്നൊക്കെ നമുക്ക് വീഡിയോ ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 3 ലൊക്കേഷൻ നിങ്ങൾ കണ്ടു. അപ്പോൾ നിങ്ങൾ വീഡിയോ ആക്സസ് ചെയ്യണമെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നിൽ പോയായിരിക്കും നിങ്ങളുടെ വീഡിയോ ഇമ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ പോകണം. ഒന്നെങ്കിൽ ക്യാമറ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഹാർഡ് ഡിസ്ക്. ഇനി ഈ കാണുന്ന വിൻഡോ, താഴെ കാണുന്ന വിൻഡോ, നമ്മളൊരു ലൊക്കേഷനിൽ പോയി, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ലൊക്കേഷൻ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ പോവാണ്. എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ പോയി ഞാനൊരു ഫോൾഡർ സെലക്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ആ ഫോൾഡർ ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഇത് കുറേ മീഡിയ കണ്ടോ? അപ്പോൾ ഇത്രയും മീഡിയയിൽ ഒരെണ്ണം ഞാൻ ഇമ്പോർട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ വീഡിയോ ഏതാണ്. അവിടെ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ കൺസ്ട്രക്ഷനോട് ബന്ധപ്പെട്ട ഒരു ബ്രിക്സ് യൂണിറ്റ് സന്ദർശിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോകളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നും ഇവിടെ വെച്ച് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. ചില വീഡിയോ ഒന്നും നിങ്ങൾക്ക് വേണ്ടായിരിക്കും. വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇത് നമുക്ക് വേണ്ട, അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കാർഡ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനോ ഒക്കെ ഈ പ്രീവ്യൂ നിങ്ങളെ സഹായിക്കും. പക്ഷേ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. ഈ പ്രീവ്യൂ കാണുന്നതിൽ നിങ്ങൾക്ക് ചിലപ്പം ഇത് മൊത്തം കുത്തിയിരുന്ന് കാണാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ചിലപ്പോൾ ഓടിച്ചു വിടേണ്ടി വരും വീഡിയോകളൊക്കെ. അപ്പോൾ അങ്ങനെ ഓടിച്ചു വിടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു മാജിക്കൽ കീസ് ഉണ്ട്. ആ മാജിക്കൽ കീസ് ഏതാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. ആ മാജിക്കൽ കീസാണ് JKL. അപ്പോൾ J എന്ന് പറയുന്ന കീയും K എന്ന് പറയുന്ന കീയും L എന്ന് പറയുന്ന കീയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ഈസി ആയിട്ട് ഓടിക്കാം. ഇപ്പോൾ L എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാനാണ്. K എന്ന് പറയുന്ന കീ പോസ് ചെയ്യാനാണ്. ഇനി J എന്ന് പറയുന്ന കീ റിവേഴ്സ് ചെയ്യാനാണ്. അപ്പം ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഓടിച്ച് കാണാം, പുറകോട്ട് പോയി കാണാം, പോസ് ചെയ്യാം, എന്ത് ചെയ്യാൻ പറ്റും. ഈ കീ നമ്മൾ ഭാവിയിലും എഡിറ്റിങ്ങിനൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന കീസാണ്. അപ്പം JKL അതൊന്ന് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾ ഈ വിൻഡോയിൽ നോക്കിയാൽ ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് നിങ്ങളുടെ ഫ്രെയിം സൈസ് ഉണ്ട്. ഒരു വീഡിയോ ഡ്യൂറേഷൻ 0 തൊട്ട് തുടങ്ങി എത്ര ഡ്യൂറേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഓരോ വീഡിയോയിലും കാണാൻ പറ്റും, എത്ര സെക്കൻഡ് ഉണ്ടെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ വീഡിയോയുടെ ടൈപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 360 ഡിഗ്രി വീഡിയോ ആണോ അല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഏറ്റവും അവസാനം സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയുടെ. അപ്പോൾ ഇതെല്ലാം ഈ ഡീറ്റെയിൽസ് പാൻ വിൻഡോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഫയൽ ചൂസ് ചെയ്യാൻ ഒരു ഫയലായിട്ട് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ കമാൻഡ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഫയൽസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് മൊത്തം സെലക്ട് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഫയൽ ക്ലിക്ക് ചെയ്യുക, അവസാനത്തെ ഫയൽ ഷിഫ്റ്റ് ചേർത്ത് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി കമാൻഡ് A കൊടുത്താൽ മൊത്തം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പ്രിലിമിനറി ആയിട്ട് ആപ്പിളിൻ്റെ ബേസിക്സിൽ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ശരി, നമുക്കിനി ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്ത് നോക്കിയാലോ. ഇപ്പം ഞാനിവിടെ 11 MB സൈസുള്ള ഒരു ഫയലാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം. ഈ ഓപ്ഷൻസിൽ ഇത് അവസാനം കാണുന്ന ഇമ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഇമ്പോർട്ട് ആവും. പക്ഷേ ഇത് മൊത്തം നമുക്കൊന്ന് നോക്കണം, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കിയാലോ ഇതിൻ്റെ അകത്തെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്. ആദ്യം കാണുന്നത് നിങ്ങളുടെ വീഡിയോ ഏത് ഈവൻറ്റിലാണ് വരേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് 3 ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്തതിൽ
ഏതിൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒന്നാമത്തെ ഫോൾഡർ ചൂസ് ചെയ്യുകയാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത ഓപ്ഷൻ താഴെ കണ്ടോ, 2ൽ ചൂസ് ചെയ്യണം, 2ലിടാം, 3ലിടണമെങ്കിൽ 3ലിടാം. അപ്പോൾ ലൈബ്രറിയിലെ ഏത് ഇവൻസിലോട്ട് നിങ്ങളുടെ മീഡിയ ഇമ്പോർട്ട് ചെയ്യണം എന്ന് ചോദിക്കുന്നു. താഴത്തെ ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് പുതിയ ഒരു മീഡിയ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഈവൻറ്റും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പുതിയ ഈവൻറ്റ് വേണമെന്ന് വെച്ചോ, 1A ബ്രിക്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഈവൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് ആ ഈവൻറ്റ് ക്രിയേറ്റ് ചെയ്യാം ഇവിടെ തന്നെ. പക്ഷേ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഞാനിപ്പം ഫസ്റ്റിൽ തന്നെ, അതായത് ഫൗണ്ടേഷനിൽ തന്നെയാണ് അത് ഇടാൻ പോകുന്നത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി ടു ലൈബ്രറി എന്നാണ് കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ മീഡിയ, നമ്മളിപ്പോൾ സെലക്ട് ചെയ്തേക്കുന്ന മീഡിയ, നമുക്കറിയാം ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ നിന്നാണ് നമ്മൾ ചൂസ് ചെയ്തത്. അത് നമ്മളുടെ ലൈബ്രറിയിലേക്ക് കോപ്പി ചെയ്യും. നമ്മളുടെ ലൈബ്രറി എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് നമ്മളുടെ ഈ കമ്പ്യൂട്ടറിൻ്റെ SSDയിലാണ്, അതായത് മൂവീസ് ഫോൾഡറിലാണ് നമ്മളിത് ഉണ്ടാക്കിയത്. അപ്പോൾ കോപ്പി ടു ലൈബ്രറി കൊടുത്താൽ ഈ 11 MB സൈസ് നമ്മളുടെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്യും. അതാണ് കോപ്പി ടു ലൈബ്രറി കൊടുത്താലുള്ള പ്രയോജനം. എന്നാൽ ലീവ് ദ ഫയൽസ് ഇൻ പ്ലേസ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമതൊരു ഓപ്ഷൻ കൊടുത്തേക്കുന്നുണ്ടോ, അതിൻ്റെ അർത്ഥം അത് ആ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ തന്നെ കിടക്കും. ഒരു റെഫറൻസ് മാത്രം നിങ്ങളുടെ FCP ഉണ്ടാക്കി വെച്ചിട്ട് ഫയൽസ് നിങ്ങളുടെ എവിടെ കിടക്കും, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ കിടക്കും, നിങ്ങളുടെ കമ്പ്യൂട്ടറിലോട്ട് കോപ്പി ചെയ്യത്തില്ല. അപ്പോൾ ഒരേ ഒരു പ്രശ്നം എന്താ, നിങ്ങൾ വർക്ക് ചെയ്യുമ്പം എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കണം. എപ്പം നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യുന്നു അപ്പം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഇതാണ് കോപ്പിയും അതുപോലെ ലീവ് ദ ഫയൽസ് ഇൻ പ്ലേസും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്കിപ്പം ഈ വീഡിയോയിൽ നമുക്കൊന്ന് കോപ്പി ഇട്ടിട്ട്, കോപ്പി ടു ലൈബ്രറി ഇട്ടിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം ആദ്യം. അപ്പോൾ കോപ്പി ടു ലൈബ്രറി ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇനി അതിനുശേഷം എന്ത് ചെയ്താൽ മതി, കോപ്പി ടു ലൈബ്രറി സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ വീഡിയോ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ബാക്കി കുറേ ഓപ്ഷൻസ് താഴെയുണ്ട്, അത് നമ്മൾ ഇനി അടുത്ത വീഡിയോകളിൽ അതെല്ലാം നമ്മൾ പഠിക്കും. അപ്പോൾ ഇപ്പോൾ കോപ്പി ടു ലൈബ്രറി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്കൊന്ന് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. 11 MBയുടെ ഈ ഫയലാണ് ഇമ്പോർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നോക്കിക്കോ. അപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലൈബ്രറിയിൽ ഫസ്റ്റ് ഇവൻറ്റിൽ ഫൗണ്ടേഷനകത്ത് ആ ഫയൽ വന്നിട്ടുണ്ട്. സെക്കൻഡിലും തേർഡിലും ഇല്ല, കാരണം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് എങ്ങോട്ടാണ്, ഫസ്റ്റിൽ മാത്രമേ ഇമ്പോർട്ട് ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് ഈവൻസ് ഫസ്റ്റിൽ ഫൗണ്ടേഷനകത്ത് ഈ ഫയൽ വന്നത്. അപ്പോൾ ഫയൽ നമുക്ക് കിട്ടി. ഇനി ഈ ഫയൽ ഞാൻ പറഞ്ഞല്ലോ കോപ്പി ടു ലൈബ്രറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആക്ച്വലി ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അറിയാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മാക്കിലെ ട്രാക്ക് പാഡ് ആണെങ്കിൽ 2 ക്ലിക്ക് നിങ്ങളുടെ ഫിംഗേഴ്സ് ഉപയോഗിച്ച് ട്രാക്ക് പാഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് മെനു എടുക്കാൻ പറ്റും. അവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവീൽ ഇൻ ഫൈൻഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. റിവീൽ ഇൻ ഫൈൻഡറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു വിൻഡോ വരും. ഇവിടെ നോക്കാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയലിൻ്റെ ലൊക്കേഷൻ കാണാൻ പറ്റും. അപ്പോൾ പുറകോട്ട് പോകുമ്പം കണ്ടോ, ഒറിജിനൽ മീഡിയ, അതിൻ്റെ പുറകോട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ എന്നുള്ളത്, പിന്നെ നമ്മുടെ ലൈബ്രറിയാണ് നമ്മൾ കൺസ്ട്രക്ഷന് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെയാണ് ലൈബ്രറിയുടെ ലൊക്കേഷൻ കണ്ടോ. അപ്പം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഈവൻറ്റ് കാണാം, പിന്നെ ഒറിജിനൽ മീഡിയയ്ക്കകത്താണ് ഈ ഫയൽ സ്റ്റോർ ചെയ്തേക്കുന്നത്. വീണ്ടും നിങ്ങൾ കുറച്ചുകൂടെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂവീസിലാണ് ലൈബ്രറി ലൊക്കേറ്റ് ചെയ്ത്, അത് നമ്മൾ കണ്ടു. ആദ്യം ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും റൂട്ട് കണ്ടോ, ആപ്പിൾ SSD ഉണ്ട്, പിന്നെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആപ്പിൾ SSDക്കകത്താണ് ഇതെല്ലാം ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലൊക്കേഷൻ, അതിൻ്റെ ഫോൾഡർ മനസ്സിലായി. അപ്പോൾ കോപ്പി ടു ലൈബ്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എത്രമാത്രം സൈസ് ഉണ്ടോ അത്രയും സൈസിലുള്ള മീഡിയാസാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുള്ളത് കോപ്പി ടു ലൈബ്രറി എന്ന് പറയുന്ന സെലക്ഷൻ കൊടുക്കുമ്പോൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ലീവ് ദ ഫയൽസ് ഇൻ പ്ലേസ്, വേറൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പം നമുക്ക് അതും ഒന്ന് നിങ്ങളെ കാണിക്കാം. ഇപ്രാവശ്യം ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കുകയാണ്. Command-I ആണ് ഷോർട്ട് കട്ട് കീ. കണ്ടോ, Command-I ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള വിൻഡോ സെയിം വിൻഡോ വന്നു. ഇവിടെ ലീവ് ദ ഫയൽസ് ഇൻ പ്ലേസ്. ഇനി ഇതെന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.